ഇന്ന് നമ്മുടെ വീഡിയോ പുഴക്കാഴ്ചകളും ആകാശക്കാഴ്ചകളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ മുന്നിൽ നല്ല സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് ക്യാമറയിലോട്ട് പകർത്തിയാക്കണത്. ചില നേരം ഞാനിങ്ങനെ ആകാശത്ത് തന്നെ നോക്കി നിൽക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് ചില നേരം ആകാശം കാണാനായിട്ട്. പിന്നെ ചെമ്പരത്തിപ്പൂ വെറുതെ എടുത്തെന്നുള്ളൂ. വൈകിട്ടാണ് ഇത് ഒരുവിധം വാടി നിൽക്കുകയാണ് ചെമ്പരത്തിപ്പൂ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണാനൊക്കെ നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡോറിനെ നടക്കാനായിട്ട് ഇടുന്ന സമയമാണ് കേട്ടോ. ഡോറൊന്ന് പയ്യെ തിരിഞ്ഞ് നോക്കിയത് അതിൻ്റെ അവിടുത്തെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ആൾ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഡോറ പയ്യെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മുടെ കൊങ്ങിണിപ്പൂവൊക്കെ എങ്ങനെ നമ്മൾ ക്യാമറയിൽ എടുക്കാതിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കൾ കാണാനായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ വെട്ടിക്കളയേണ്ടി വന്നെന്ന് വെച്ചാൽ വെട്ടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ കൊമ്പുമ്പോൾ നിറയെ പൂവായിരുന്നു. എന്നാലും ഞാൻ എന്ന് വെച്ചാൽ കാട് പോലെ ആയാലും ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് ഓർത്ത്. പിന്നെ വിങ്കാ റോസ് അല്ലേ. പിന്നെ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയൊരു ചെടിയാണ് കേട്ടോ. അതുമ്പോൾ ഒരു പൂ കണ്ട ഒരു വെള്ളപ്പൂ ഉണ്ടായിക്കണ്. പിന്നെ അതേ പെൻറ്റാസമ്മ കുഞ്ഞു പൂവുകളാണ്ട്. പെൻറ്റാസൊക്കെ നിറച്ച് പൂവുണ്ടാവുന്ന ചെടികളാണ്. എന്താണെന്നാവും നമുക്കിപ്പോൾ ഉണ്ടാവണില്ല, പൂവായി കിട്ടണില്ല. പിന്നെ ഇതേ വീട്ടിലെ ഞാവൽ ചേട്ടൻ പൊട്ടിച്ചതാണ്. ഞാവൽ തോട്ടിയും കൊണ്ട് ആൾ പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് ഈ കൊല്ലം ഞാവൽ അങ്ങനെ കിട്ടിയില്ല. എല്ലാവരും വീണ് പോയിരുന്നു. കാരണം താഴത്തുള്ള കൊമ്പുകളൊക്കെ ആൾ വെട്ടിക്കളഞ്ഞ്. പക്ഷെ താഴത്തുള്ള കൊമ്പുകൾ വെട്ടിക്കളയരുതായിരുന്നു. താഴത്തെ കൊമ്പിൽ വരെ ഈ സംഗതി ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് അതേണ്ട ഞാവൽ കിട്ടിയിട്ട് ചേട്ടനത് എടുത്ത് അതെന്ന് പറഞ്ഞാൽ തുടച്ചെടുത്ത് കഴിച്ചിട്ടാൾ ഒരെണ്ണം മേയ്ക്കും തന്ന്. നല്ല രസമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മത് മണ്ണ് വീണ് കഴിഞ്ഞാൽ വെല്ലോടത്തുനിന്നൊക്കെ കിട്ടുമ്പോൾ എടുത്ത് തിന്നും അല്ലേ. മണ്ണൊന്നും കളയാൻ കൂടിയില്ല. അങ്ങനെയൊക്കെ ഇത് കഴിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമുക്ക് മണ്ണിൽ വീണൊന്നും കഴിക്കാറില്ല. ഇപ്പം തോട്ടി കൊണ്ട് വെച്ച് പൊട്ടിച്ച് അല്ലേ. ഭയങ്കര രസമാണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. നല്ല ഗുണവുമാട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി വെള്ളം തിളപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രഷറിനും ഷുഗറിനൊക്കെ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാവലൊക്കെ നമ്മുടെ വലിയ സ്വപ്നമായിട്ടുള്ളൊരു മരമാണ്. എന്നുവെച്ചാൽ ഈ പുഴയിലത്തൊക്കെ ഞാവൽ പിടിക്കണത് തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഗതി നടാനായിട്ട്. പിന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്ത് ഞാവൽ നട്ടിട്ട് അധികം നാൾക്കുമ്പോൾ അത് കായ്ച്ചത്. പിന്നെ ഇത് ഇപ്പോൾ മൂക്കാത്തതാണ് കേട്ടോ. അത് നമ്മൾ കഴിച്ചില്ല, അതിന് ചവർപ്പായിരിക്കും. അത് കളഞ്ഞ്. അങ്ങനെ ഞാവലിൻ്റെയൊക്കെ ഇത് കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ പുഴയിൽ തൊട്ടപ്പുറത്തോട്ട് പോവുകയാണ്. കാരണം ഇവിടെ ബോട്ടൊക്കെ കെട്ടാൻ വേണ്ടി മണ്ണ് പുഴയിൽ നിന്ന് കോരി മാറ്റിയേക്കണ കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെയൊക്കെ എപ്പോഴും പോയിരുന്ന സ്ഥലമാണിത്. ഇപ്പം ഞാൻ പോകാറില്ല. എന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കണേലും ഭംഗിയായിട്ട് ഈ മണ്ണിട്ടാക്കണ സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആകാശക്കാഴ്ചകളും പുഴക്കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടാകും കുറേ നല്ലൊരു 2 നില പൊക്കത്തിലായിട്ടാണ് ആ മണ്ണ് കയറ്റിയിട്ടാക്കണത്. ചേട്ടൻ അങ്ങോട്ട് എന്നെ പിടിച്ച് കയറ്റി. അങ്ങനെ ഞാനും കയറി. നമ്മൾ മണ്ണ് തന്നെ ഇട്ടത്, ചെളിയല്ല ഇത്. അങ്ങനെ അതിൻ്റെ മേലെ കയറി കണ്ട ആകാശം കണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ആകാശമാണ്. കണ്ട് താഴ്ത്തിട്ട് നല്ല ഇറക്കമുണ്ട്. ഇങ്ങനെ കണ്ട നമ്മുടെ കാഴ്ചകൾ. ഇത് ബീച്ചിൽ പോയാലും എനിക്ക് തോന്നുന്നത് ബീച്ചിൽ പോകണേലും ഭംഗിയുള്ള കാഴ്ചകളാണ്. ബീച്ചിൽ പോയാലും നമ്മൾ ആകാശമൊന്നും കാണില്ല. നമ്മൾ ആളുകളെ നോക്കിയിരിക്കും. പക്ഷെ ഇവിടെ തനിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കാനായിട്ട് വല്ലാത്തൊരു അട്രാക്ഷനാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ട് നമുക്ക് കടലിൽ നിന്ന് കയറി വരുന്നുണ്ട്. പണി കഴിഞ്ഞ് കയറി വരുന്ന ബോട്ടാണ്. പിന്നെ അപ്പുറം കാണുന്നത് നമ്മുടെ അഴീക്കോട് പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ഇതൊക്കെ കണ്ടില്ലേ അത്. അങ്ങനെ അഴീക്കോട് പാലവും വരാറായി. അഴീക്കോട് മുൻപം പാലം. നമ്മൾ എറണാകുളം ജില്ലയുടെ ഈ അറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അപ്പുറം അഴീക്കോട് തൃശ്ശൂരാണത്. അങ്ങനെ ആ ബോട്ടിൽ അവിടുത്തെ പണിക്കാരായിട്ട് വലയുടെ എന്തോ പണി നടക്കേണ്ടതെന്നു. മീൻ വല കഴുകണം, മീൻ എടുക്കണം, എന്തൊക്കെയോ അവർ ചെയ്യേണ്ടതിൽ. പിന്നെ കണ്ട പുഴ നല്ല ഭംഗിയിൽ കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ മാലിയങ്കര പാലം, നമ്മുടെ പാലമാണിത്. ഇവിടെ നിന്ന് എടുക്കണേണ്. അങ്ങനെ പാലം കണ്ട. അങ്ങനെ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാലേ പലതും കാണാൻ പറ്റിയ അറ്റത്താണിത്. പല കാഴ്ചകളും കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ചേട്ടനോടെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഈ ആകാശമൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓളം അടിക്കുന്നുണ്ട് പുഴയിൽ. എന്തൊരു ഭംഗിയാണ് ഓളം തന്നെ കാണാൻ. ഇത് കളറുകളായിട്ടേ പുഴയിൽ നല്ല ഭംഗിയാണ്.
അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ബോട്ടിൽ കയറാന്നൊക്കെ പറഞ്ഞാണ് നിൽക്കണ ആൾ, നമുക്ക് ബോട്ടിൽ കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ബോട്ടിലൊക്കെ കയറിയിട്ടത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീഡിയോ കൂടി അവിടെ നിന്ന് പിടിച്ച് അങ്ങനെ കേട്ടോ അഴീക്കോടാണ് ഈ കാണുന്നത്. അഴീക്കോട് പിന്നെ ആകാശത്തിൻ്റെ കാഴ്ചകൾ എടുക്കണം. ആകാശത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൻ്റെ ഭംഗി പോലെ നമുക്ക് ആകാശ ദൃശ്യങ്ങൾ അങ്ങോട്ട് വന്നില്ല. കേട്ടോ അഴീക്കോടാണ് ഈ കാണുന്നത്. അഴീക്കോടിൻ്റെ ദൃശ്യങ്ങൾ നല്ല ഭംഗിയത് കാണാനായിട്ട്. പിന്നെ ഇത് ഈ കാണുന്നത് മാർത്തോമ പള്ളിയാണ് കേട്ടോ. മാർത്തോമ പള്ളി നമുക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഇപ്പോൾ ഒരുവിധം സന്ധ്യ ആവണ സമയത്താണ് ഈ വീഡിയോ എടുത്താക്കണത്. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന മാർത്തോമ പള്ളി അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോകാൻ തോന്നില്ല. നേരത്തേക്ക് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് പോരാനേ തോന്നില്ല. അങ്ങനത്തെ ഒരു അത്രയ്ക്ക് ഒരു ഭംഗിയാണിത് ഇവിടെ കാണാനായിട്ട്. പക്ഷേ നമുക്ക് മണ്ണ് മേലോട്ട് കയറ്റിയാക്കണേ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ ബോട്ടിലൊക്കെ കയറി, വലിയ ബോട്ടാണ്. ആ ബോട്ടിൽ കയറി കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് വീഡിയോ പിടിച്ച്. നേരത്തേക്ക് ഇവിടെ ഒരു മരത്തിൻ്റെ മേലിൽ ഇരിക്കാനായിട്ടൊരു പാലം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി ഇരുന്ന് ചാരി ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അത് അവിടെ നിന്നും കൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കണ്ട ബോട്ടിൽ വെള്ളം ടാങ്ക് ഇവർ ചിലപ്പോൾ ഒരാഴ്ചത്തൊക്കെ പോണ ബോട്ടുകളായിരിക്കും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളായിട്ടും ഭക്ഷണവും വെള്ളവും എല്ലാനായിട്ടായിരിക്കും ഇവർ പോണത്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ചില ബോട്ടുകൾ ഒരാഴ്ച കൂടുതലൊക്കെ നിന്ന് വന്ന ബോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ചേട്ടൻ നമ്മുടെ മലയങ്കര പാലമാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം നേരെ കാണാം നമ്മൾ ബോട്ടിൽ ഇറങ്ങി എടുക്കണമായിരുന്നേ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ മലയങ്കര പാലം ഞാൻ വരുന്നിടക്കൊന്നും പാലം വന്നിട്ടില്ല. എന്നൊക്കെ നമ്മൾ ബോട്ടിനാണ് അപ്പുറം ഇപ്പുറമൊക്കെ പോയിരുന്നത്. അപ്പം നമുക്ക് പാലം വന്നേ പിന്നെ നമുക്ക് യാത്ര എളുപ്പമുണ്ടാ. നമുക്ക് ബോട്ടിനെ നോക്കിക്കണ്ടല്ലോ. പക്ഷെ ബോട്ട് യാത്ര വളരെ രസകരമാണ്. ബോട്ട് യാത്ര എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ബോട്ട് യാത്ര. പിന്നെ ഈ ബോട്ടാണ് കേട്ടോ. അഴീക്കോടേക്ക് പോകാനുള്ള ഒരു യാത്രാ ബോട്ടാണ്. അവിടെ പാലം പണി നടക്കണ കാരണം ജങ്കാറ് പോകണില്ല. അതിന് പകരം ഇപ്പം ഈ ടൂറിസ്റ്റ് ബോട്ട് ഇപ്പോൾ യാത്രാ ബോട്ടാക്കിയാണ്. അതിപ്പോൾ അതിൽ ആളുകളൊക്കെ കയറുന്നുണ്ട്. ആകാശ ദൃശ്യം കണ്ട ആകാശത്തിൻ്റെ പോലെ തന്നെ പുഴയും നല്ല കളർഫുള്ളായിട്ട് പുഴയും ഇരിക്കുകയാണ്. ഈ കാഴ്ച എനിക്ക് ഭയങ്കര ഒരു ഭംഗിയാണ് കാഴ്ച കാണാനായിട്ട്. പലതരത്തിലുള്ള കളറുകൾ അല്ലെങ്കിൽ നേരിട്ട് കാണണം. അതിൻ്റെ ഭംഗി അറിയണമെങ്കിലേ നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമാണ് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പുഴയിൽ കുറച്ച് പതകളൊക്കെ പൊന്തിക്കിടക്കണം. പത ഇങ്ങനെ പൊന്തിക്കിടക്കണം. കുറച്ച് പത ഇങ്ങനെ ഇങ്ങനെ അതും ക്യാമറയിലോട്ട് ഒപ്പിയെടുത്ത് അങ്ങനെ നമ്മുടെ യാത്രക്കാരെ കൊണ്ട് പോവുകയാണ്. പിന്നെ ഈ യാത്രാ ബോട്ട് പോണ ഈ സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടോ. ഞാൻ പോയിട്ടുണ്ട്. ഇതിൽ യാത്രാ ബോട്ടിൽ കയറിയിരിക്കുമ്പോൾ പുഴക്കാഴ്ച കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗിയുള്ള ഇതാണത്. അപ്പുറം ഇപ്പുറവും പുഴയൊക്കെ ആയിട്ടേ അങ്ങനെ നല്ല രസമാണിത്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളുടെ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത ദിവസം കാണാം.